ബ്രോ നമ്മളെങ്ങനെ കണ്ടുകൂട്ടി? ഹലോ ഗൈസ്, മറ്റൊരു വീട്ടിൽ വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാരിയോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ വണ്ടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന്. അതെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകണം. അപ്പോൾ ഇനി ഏതൊക്കെ വള്ളിയാണ് നിങ്ങൾ പിടിക്കാൻ പോകുന്നത് എഴുതുണ്ടാവും. വള്ളി നല്ല നമ്മൾ നമ്മുടെ കേരളത്തിലൂടെ തന്നെയാണ് ഈ പ്രാവശ്യം പോകാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ കേരളത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ട്രിപ്പിൽ രണ്ട് പ്രത്യേകത ഉണ്ട്. പോകാൻ കരുതിയിരുന്ന ഏരിയ എന്ന് പറയുന്നത് മൂന്നാർ, ഈ വാഗമണ്, അങ്ങനെ ഹിൽ സ്റ്റേഷൻസ് ആയിരിക്കും നമ്മൾ പോകാൻ കരുതുന്നത്. പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും, നമ്മൾ എത്രത്തോളം എവിടേക്ക് എത്തും എന്ന് നമുക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊപ്പം വരാൻ പോകുന്ന വ്യക്തിയാണ് കേട്ടോ. മൂപ്പരിപ്പം നമ്മളില്ല, നമ്മൾ പോണ വഴി പിക്ക് ചെയ്യണം. പെരിന്തൽമണ്ണ മൂപ്പര് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ യൂട്യൂബിലൊരു സബ്സ്ക്രൈബർ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇൻസ്റ്റ വഴി. ബ്രോ നമുക്ക് ഈ ട്രിപ്പൊക്കെ പോകാൻ നല്ല താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ ബ്രോയ്ക്ക് ഈ അഡ്വഞ്ചർ ട്രിപ്പൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ മൂപ്പര് എന്നോട് ചോദിച്ചു, ബ്രോ എന്നെ അടുത്ത ട്രിപ്പിൽ കൊണ്ടുപോകാൻ പറ്റുമോ, ഈ ട്രിപ്പ് നമുക്കൊപ്പം പോയാലോ. അപ്പോൾ നമ്മൾ സോളാർ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റുള്ള ട്രിപ്പാണ്. അപ്പോൾ മൂപ്പരെയും കൂടി എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ മൂപ്പര് ഓബിയസ്ലി ഞാൻ 2 ദിവസം മുന്നേ മെസ്സേജ് അയച്ചു, നമുക്ക് പോയല്ലേ. നമ്മളെ വീഡിയോ കണ്ട് വരുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് അധികം പറയേണ്ട ആവശ്യമൊന്നും വന്നില്ല നമ്മുടെ ട്രിപ്പ് എങ്ങനെയായിരിക്കും. അപ്പോൾ മൂപ്പരും ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഓലയമ ട്രിപ്പൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമേ പ്രാന്തുള്ളൂ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഓബിയസ്ലി നമ്മളെന്തായാലും മൂപ്പര് പെരിന്തൽമണ്ണ നിൽക്കുന്നുണ്ട്. മൂപ്പര് പോയി പിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എറണാകുളമാണ്. എറണാകുളം പോയി നമ്മളൊന്ന് സ്റ്റേ ചെയ്യും. അവിടുന്നാണ് പിന്നെ രാവിലെ നമ്മുടെ അടുത്ത യാത്ര തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി യാത്ര പോവാം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയാലോ? ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ ഡിക്കിലുണ്ട് കേട്ടോ. കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ മൊത്തം എടുത്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ടൈമാണ്, അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഗൈസ്, നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഞാൻ പറയാം. ഇത് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് അല്ല, ഇത് നമ്മുടെ സെക്കൻഡ് ട്രിപ്പാണ്. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് 2 വർഷം മുന്നേ എൻ്റെ കോളേജ് ടൈമിൽ എൻ്റെ കോളേജ് ഫ്രണ്ടുമായിട്ട് ഈ പറഞ്ഞ മൂന്നാർ, വാഗമണ്, ഇടുക്കി എന്ന സ്ഥലത്ത് ഹൈ റേഞ്ച് ഏരിയകളിൽ മൊത്തം ഞാൻ കറങ്ങി വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന 2 പ്രശ്നങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത് ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തത്, രണ്ടാമത് പവർ കട്ട്. ചാർജിങ് സ്റ്റേഷൻ ഇല്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം മുന്നേ ചാർജ് മോഡ് തന്നെയായിരുന്നു നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റായിരുന്നത്. പക്ഷേ ചാർജ് മോഡ് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു 30% മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചാർജിങ് സ്റ്റേഷൻസ് 30 കിലോമീറ്റർ റേഡിയസിൽ മാത്രമേ ഉള്ളൂ. ഈ 30 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യാറുണ്ടാൽ നല്ല സ്റ്റീപ്പായിട്ടുള്ള ഏരിയ ആയിരിക്കും, നല്ല കയറ്റമായിരിക്കും. ആ 30 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യാൻ തന്നെ നമ്മൾ 70% ചാർജ് വേണം വണ്ടിയിൽ. ചാർജ് നന്നായിട്ട് വലിക്കും ഓബിയസ്ലി. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ എങ്ങനെയും ചാർജിങ് സ്റ്റേഷൻ കണ്ട് അവിടെ എത്തി വണ്ടി കുത്തിട്ടാലോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ചാർജിങ് കട്ടാവും. കാരണം എന്താ? പവർ കട്ട്. ഈ ഇടുക്കി ഹൈ റേഞ്ച് ഏരിയകളിലൊക്കെ അത്യാവശ്യം നല്ല പവർ കട്ടാണ്. അതുകൊണ്ട് തന്നെ വണ്ടി കുത്തി ചാർജ് ആവുന്ന പ്രതീക്ഷിച്ച് എങ്ങോട്ടും മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ചാർജിങ് ശേഷം പവർ കട്ട് കാരണം ഓഫായി പോവും, വണ്ടി ചാർജ് ആവൂല. ഇതൊക്കെയായിരുന്നു 2 വർഷം മുന്നുള്ള ഇടുക്കിയുടെ അവസ്ഥ. ഞാൻ എന്തായാലും ട്രിപ്പ് പോകുന്നതിന് മുന്നേ ചാർജ് മോഡിന്റെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കി. ഇപ്പോൾ പഴയതിനേക്കാൾ ചാർജിങ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഭാഗം ഡിസ്കണക്ട് ആയി കിടക്കുകയാണ്. ഇലക്ട്രിസിറ്റീൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ പ്രശ്നമായിരിക്കും. എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ചാണ് ഈ യാത്ര. ഗൈസ്, നമ്മുടെ ഒപ്പം വരുന്ന ജയദീപ് ബ്രോ നമ്മൾ പിക്ക് ചെയ്തിരുന്നു കേട്ടോ. അത്യാവശ്യം റഷ് ആയതുകൊണ്ട് മൂപ്പർ ഇൻട്രോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് ഒരു ചാർജിങ് സ്റ്റേഷൻ എത്തിയിട്ട് ഒന്ന് വിശദമായി പരിചയപ്പെടാം. എന്തേലും പ്രശ്നം പോലെ പോവാ. ഇവിടെ കാര്യം ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടു പറഞ്ഞാൽ തൃശ്ശൂർ തലപ്പിള്ളിയിലെ ഒരു റോഡ് ഉപരോധമാണ്, ഒരു സമരത്തിൻ്റെ പേരിൽ. ഇവിടെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിലോട്ടാണ് ഈ സമരം വരുന്നത് മാത്രം മനസ്സിലായി. അപ്പോൾ റോഡ് ഫുള്ളി ക്ലോസ്ഡ് ആണ്. നമുക്ക് വടക്കാഞ്ചേരിയിലോട്ടാണ് പോകേണ്ടത്, അവിടെ ചാർജിങ് സ്റ്റേഷൻ്റെ അടുത്തേക്ക്. എന്തായാലും നമുക്ക് ഇതിലൂടെ ക്രോസ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് എന്തായാലും പെട്ടെന്ന് തിരിച്ചു പോകേണ്ടിരുന്നു. സമരം മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വണ്ടിയുടെ പൊടി പോലും കിട്ടില്ല. എന്തായാലും ഈ സമരത്തിനുള്ള കാരണം എന്താ ചോദിച്ചപ്പോൾ ഒരു കുട്ടി മരിച്ചതാണ് കാര്യം എന്ന് മാത്രം മനസ്സിലായി. അതിൻ്റെ ഡീറ്റെയിൽ ആയി ചോദിച്ചപ്പോൾ പല ആൾക്കാരും പലതാണ് പറയുന്നത്. പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും അതിനെക്കുറിച്ചൊരു വ്യക്തത അല്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ശരിയല്ലല്ലോ. എന്തായാലും നമ്മൾ വണ്ടി തിരിച്ചു പോരും കേട്ടോ. നമ്മൾ ഇനി വടക്കാഞ്ചേരി എത്തണം, അവിടെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്, അത് ചാർജ് ചെയ്യണം. എന്നോട് കുറേ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് പറയുന്നതാണ്, ഈ ഏരിയയിലോട്ടൊക്കെ അത്യാവശ്യം നല്ല ചാർജേഴ്സ്, ഇങ്ങനെ ഫാസ്റ്റ് ചാർജേഴ്സ് ഉണ്ടായിരുന്നു, നമ്മളെന്താ യൂസ് ചെയ്യാത്തത്.
നമ്മളവിടെ എല്ലായിടും പറയുന്നതാണ് നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പാണ് പോവാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പോകുമ്പോൾ എന്താ പറയാ, ഇത് യൂസ് ചെയ്യണം. ഇതിനെ പറഞ്ഞല്ലേ ഇനി എന്താ ഇതിന്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ചാർജ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇതിൽ 37 കിലോമീറ്റർ ഉണ്ട് എന്ന് വെച്ചാൽ 25%. നമുക്കിത് കുത്തി നോക്കാം. ഞാൻ അത് യൂസ് ചെയ്യാത്തതല്ല, ഞാൻ അർജന്റ് യൂസിനൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ട്രാവൽ യൂസിന് വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല. ലോങ് ട്രിപ്പിന് ബുക്ക് ചെയ്യാട്ടോ. ഓക്കെ വേണ്ടേ, അതുണ്ടല്ലോ ചാർജ് ചെയ്യണ കണ്ടോ, 25. നമ്മള് അധികം ടൈം എടുത്തില്ലേ, നമ്മൾ 40 മിനിറ്റ് ആണ് ഇതിൽ ചാർജിങ് ടൈം കൊടുത്തിട്ടുണ്ട്. എന്താ അവസ്ഥ എന്ന് നോക്കാം. അപ്പൊ വണ്ടി ഇങ്ങോട്ട് ചാർജ് ചെയ്യണം നടക്കട്ടെ. അപ്പൊ ഇതാണ് നമ്മളെ എന്താണ് ഇൻസ്റ്റയില് പരിചയപ്പെട്ട ആൾ. പേരെന്ന് പറഞ്ഞേ. ജയദീപ്. എന്ത് ചെയ്യണേ? ജോലി ജോലിയൊന്നും ഇല്ലല്ലേ ഇപ്പൊ? അല്ല, കാര്യത്തിൽ ഇപ്പൊ എന്താ ശരിക്കും ജോലി? ട്രേഡിങ്. അപ്പേ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ വണ്ടികളെ കുത്തിയിട്ടുണ്ട്. ചാർജ് ആകുമ്പോഴത്തേക്കും നമ്മളൊരു ഫുഡ് കഴിച്ച് ജസ്റ്റ് ഇങ്ങോട്ട് പോയി വരാം. ഓക്കെ ബ്രോ, ഇതിപ്പോ നമ്മളെ ഇതേണ്ട, ഞാൻ ഒരു 500 വെച്ചു, ബ്രോ ഒരു 500 വെച്ചിട്ടോ. ഈ ഒരു 1000 രൂപ കൊണ്ട് നമുക്ക് എത്ര ദിവസം എന്താ നിൽക്കാൻ പറ്റും ജസ്റ്റ് നോക്കാം. ഒരു EV ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു ചിക്കൻ ബിരിയാണി കഴിക്കണം. ഉച്ചത്തെ ഫുഡൊന്നും നമുക്ക് കുക്കിംഗ് നടക്കില്ല. അപ്പൊ നമ്മള് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോടാ. മുട്ട ഉണ്ടോ? ഹലോ, എസൻസ് അല്ലേ? 120 രൂപ ഉള്ളൂ കേട്ടോ സാധനത്തിന്. കഴിച്ചു നോക്കാം. എന്താ പറയുക, എസൻസ് അല്ലേ? നമ്മുടെ നിൽക്കുന്നത് വടക്കാഞ്ചേരിയുള്ള ചാർജിങ് സ്റ്റേഷൻ എടുത്തുള്ള കേട്ടോ. അവിടുത്തെ എടുത്തുള്ള 120 രൂപയുടെ ബിരിയാണിയാണ്. വലിയൊരു സുഖം കിട്ടിയില്ല. അത്യാവശ്യം ഒരു എസൻസ് ആയിരുന്നു. നന്നായിട്ട് എസൻസ് ചോദിക്കേണ്ടായിരുന്നു. എന്നാലും ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ കഴിച്ച് നോക്കി നമ്മുടെ ചാർജ് നോക്കി 1:18 ആയപ്പോ 65%. എന്ന് വെച്ച് കഴിഞ്ഞാല് 91 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ എന്നാലേ പോവാണ്. നമ്മൾ അടുത്ത കസ്റ്റമേഴ്സ് വന്നു, ഇപ്പൊ നൈസായിട്ട് വിടണം. ഓക്കെ, അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ എറണാകുളം എത്തൂല. ഇവിടുന്ന് 82 കിലോമീറ്റർ ആണ്. അപ്പോ നമ്മുടെ ഇടയിലും കൂടി നിൽക്കേണ്ടി വരും. നമ്മൾ ഇപ്പൊ എത്തിയെന്നാലേ തൃശ്ശൂരുള്ള ഹൈപ്പർ ചാർജിന്റെ അവസ്ഥയാണ്. ഒന്നും വർക്കില്ല, വെറുതെ കിടക്കുക. അടച്ചു കൂട്ടിയ ടോള് ഇല്ലല്ല, ഒഴിവാക്കി. ടോള് മൊത്തം പൂട്ടാൻ പറഞ്ഞില്ലേ? അവസ്ഥ നോക്കി. എന്താ ഇവിടെ വണ്ടികൾ കുറവാണല്ലോ. അടിച്ചു പോയത് വൃത്തിയോ ഒരു പരിപാടി. നമുക്കെന്നാലേ വണ്ടി കുറച്ചുകൂടെ ചാർജ് ചെയ്യണം. ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയി പരിചയപ്പെടാം. നമ്മളെങ്ങനെ കണ്ടുപിട്ടി? ഞാൻ ഊട്ടിയിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് യൂട്യൂബിൽ തപ്പിയപ്പോ ഏറ്റവും റീസെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ബ്രോയുടെ ഒരു വീഡിയോ ആയിരുന്നു. ബ്രോയും വേറൊരു ഫ്രണ്ടും കൂടെ ഊട്ടി പോയത്. അങ്ങനെ കണ്ട് ഒരു വീഡിയോ കണ്ട് 2 വീഡിയോ കണ്ട് പിന്നെ അങ്ങ് ഞാൻ വിചാരിച്ചു ഞാനൊരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെ എനിക്ക് ബ്രോയുടെ കൂടെ പോരാം. ബ്രോയുടെ ആകുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലിംഗ് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ ബ്രോയ്ക്ക് മെസ്സേജ് അയച്ചു. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ ഒക്കെ പെട്ടെന്ന് നാളെ പോവല്ലേ? പോവാ. അല്ല, ബ്രോന്റെ വീട് അവിടെ കറക്റ്റ് പറയണേ? എന്റെ മുക്കം NIT കാലിക്കറ്റ് NIT അവിടെ. ഓക്കെ, ഇത് ബ്രോന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാ ഓലയമേ? ഓല ഫസ്റ്റ് ആയിട്ട് ഇത്ര നാളായിട്ട് ഞാൻ ഓല യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട്
ആണ് ഇത്രയും ലോങ്ങും പോകുന്ന ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മള് ഏകദേശം ഒരു 20-30 കിലോമീറ്ററോളം നമുക്ക് ഇനി എറണാകുളത്തേക്ക് ഇതുവരെ ഓടിയത് എങ്ങനെയുണ്ടായിരുന്നു? വേറെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നുമില്ല. നൈസ് കംഫർട്ടായിട്ട്. ബോഡി പെയിനോ വൈബ്രേഷനോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല ഇല്ല, ഓക്കെ ആണോ? നമ്മുടെ ട്രിപ്പ് ഇവിടുന്നല്ല, നമ്മുടെ എറണാകുളം എത്തിയിട്ടാണ് ശരിക്കും സ്റ്റാർട്ട് അവിടെ. അത് ഇവിടുന്നാണ് നമ്മൾ ഹിൽ ഏരിയ കയറുന്ന വിട്ടിട്ടാണ് നമ്മുടെ എന്താ പറയാ ചാർജിങ് പേഷ്യൻസ് ഒക്കെ കാണാം. ഇപ്പൊ എന്തായാലും നമ്മൾ ചാർജ് കിട്ടണം കുറച്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എറണാകുളം വിടാം. കുറച്ച് നേരം ഇരിക്കണം അവിടെ. അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി ചാർജ് ആയിരുന്നു കേട്ടോ. ഓക്കെ, 51% ഉണ്ട്, 82 കിലോമീറ്റർ സമയം കഴിഞ്ഞു. നമ്മുടെ ഷോറൂം ഇവിടുന്ന് സർവീസ് മാറ്റിയിട്ടുണ്ട്, ഇവിടെ സെയിൽ മാത്രമേ ഉള്ളതുകൊണ്ട്. പിന്നെ വലിയ കൂടെയാണ് നമ്മള് ഉള്ളിരിക്കാൻ പറ്റുമോ ചോദിച്ചു, അയച്ചില്ല. അപ്പൊ ആദ്യമായിട്ട് കേട്ടോ ഒരു സർവീസ് സെന്ററിൽ നമ്മൾ ചോദിച്ചിട്ട് അയക്കാതിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിന് വിഷമമില്ല, നമുക്ക് എന്തായാലും വിടാൻ നോക്കാം. നേരെ എറണാകുളമാണ്. എറണാകുളം നമ്മുടെ എൻ്റെ ബ്രദറിന്റെ റൂമിലോട്ട് പോവാണ്. അവിടുന്ന് തന്നെ വണ്ടി ചാർജ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് നാളെ ട്രാവൽ റെസ്യൂം ചെയ്യുന്നുള്ളൂ. അതുവരെ നമ്മൾ എറണാകുളം വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി എറണാകുളത്ത് എൻ്റെ ബ്രദറിൻ്റെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ചാർജ് ചെയ്തിട്ട് നാളെ രാവിലെയാണ് പരിപാടി. അപ്പോൾ ഇറങ്ങുന്നത് കേട്ടോ. നമ്മൾ നാളെ രാവിലെ നേരത്തെ ഇറങ്ങാൻ നോക്കുക വെച്ചാൽ ഒരു ആവറേജ് ഇതിൽ പോവും. ഇവിടെ നേരെ ഇടുക്കിയാണ് റൂട്ട് നോക്കുന്നത്. ഇടുക്കി എത്തിയതിന് ശേഷം അവിടെ കുറച്ച് കറങ്ങിയിട്ട് പിന്നെ മൂന്നാർ അങ്ങനെ വാഗമൺ അങ്ങനെ റൂട്ടിലോട്ട് പോകാൻ കരുതിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കി വണ്ടിയുടെ ചാർജ് കാണിച്ചിട്ടാണ്. ഇതിപ്പോൾ ടോട്ടൽ എത്ര ഓടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 182 കിലോമീറ്റർ ടോപ്പ് റോഡ് കേട്ടോ. ബൈക്ക് സ്റ്റാറ്റസ് ഉള്ളത്. അപ്പോൾ നമുക്ക് നൈറ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങണം. ഇന്നിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ ഇപ്പോൾ ടോയ്ലറ്റ് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നൈറ്റ് ഇത്രയും കൂടെ ഒന്ന് ഫുഡ് കഴിക്കാനും കാര്യത്തൊക്കെ ഇറങ്ങാൻ നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്നതല്ലേ നമ്മുടെ കലൂരില്ല ഹൈപ്പർ ചാർജറിൻ്റെ അവസ്ഥയാണ് കേട്ടോ. നോക്കണ്ട, വർക്കിംഗ് അല്ല. ഏകദേശം തൃശ്ശൂരിൻ്റെ വരെ തന്നെ ഇതും കുറച്ച് കാലമായിട്ട് വർക്കിംഗ് തന്നെ അല്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പമ്പിൽ ചോദിച്ചത് മനസ്സിലായത്. ഇനി നമ്മുടെ ജയദീപ് ബ്രോ നമ്മുടെ റൂമിൽ കിടന്നുറങ്ങാണ്. ബ്രോ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഞാൻ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് പോയി കഴിക്കാതെ അപ്പോൾ തന്നെ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി. അപ്പോൾ എന്നാൽ അവിടെ തന്നെ അവർ ജയദീപ് ബ്രോ കഴിച്ച് കിടന്നു റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കൂട്ടുകാരെ കാണാൻ വന്നതാണ്. അപ്പോൾ ചെറിയ ചായ കുടിക്കാൻ വന്നപ്പോഴാണ് ഇതിൻ്റെ കാര്യം ആലോചിച്ചത്. അപ്പോൾ ബ്രോ നമ്മൾ ഈ ഓല എടുക്കാൻ കയറ്റുന്നവർ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യമാണ്, ഈ ഹൈപ്പർ ചാർജർ പ്രതീക്ഷിച്ചൊന്നും ആരും എടുക്കാൻ നിൽക്കണ്ട. ഏകദേശം ഹൈപ്പർ ചാർജറൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് വർക്കിംഗ് തന്നെയാണ്, വർക്ക് ചെയ്യുന്നില്ല, ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ ഈ ഹൈപ്പർ ചാർജർ ഇവിടെ നിർത്താം.